ഹലോ സ്റ്റുഡൻസ്, 5th സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ടോപ്പിക്കിൻ്റെ 3rd മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 മോഡ്യൂള് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങളത് പഠിക്കുക. മൂന്നാമത്തെ മോഡ്യൂള് പവർ സീരീസ് ഓഫ് സം സ്പെഷ്യൽ ഫങ്ഷൻ. അതിനകത്ത് ആദ്യമേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് നോക്കാം. An equation which consisting of differential coefficients is called a differential equation. There are two types of differential equation: ordinary differential equation and partial differential equation. Ordinary differential equation is a differential equation which has as many dependent variables but only one independent variable. Example, dy by dx is equal to 2xy. Another example, partial differential equation. It is a differential equation consisting of only one dependent variable and more than one independent variable. അതായത് ഇപ്പം നിങ്ങൾ dy by dx എന്ന് നോക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കി, പാർഷ്യലിൻ്റെ z by xi is equal to 2x, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ. dy by dx നോക്കിയാൽ ഇതിൻ്റെ മീനിങ് എന്തോന്നറിയോ? എക്സ് മാറുന്ന അനുസരിച്ച് വൈ മാറും. അപ്പോൾ എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിള്, എക്സ് മാറുന്ന അനുസരിച്ച് വൈ മാറുന്നതുകൊണ്ട് വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ താഴെയുള്ള ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇവിടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ ഡി എന്ന്, പാർഷ്യൽ ആകുമ്പോൾ ഡോ എന്ന്. അപ്പോൾ ഓർഡിനറിയിൽ ഒറ്റ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, പാർഷ്യൽ ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആ കാര്യം ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓർഡറും ഡിഗ്രി. ഓർഡർ ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ്, അല്ലെങ്കിൽ ഓർഡർ ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാം, ഇതിൻ്റെ ഓർഡർ 2 ആണ്. ഓക്കെ, ഇനി ഓർഡറിൻ്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർഡറിൻ്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർഡർ 2 ആണ്. അപ്പോൾ ഇത് റേസ് ടു ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ ഡിഗ്രി 1 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് dy by dx the whole raised to 4 ഉണ്ട്, d² by dx² ഉണ്ട്. അപ്പോൾ ഇത് വലിയത് ഇതാണ്, d² by dx². അതിൻ്റെ ഓർഡർ 2 ആണ്. ആ ഓർഡറിൻ്റെ പവർ എന്തോ 1 ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതേ റേസ് ടു 4 ഉണ്ടെങ്കിൽ പോലും ഇതേ റേസ് ടു 1 ആണ്. അപ്പോൾ ഡിഗ്രി 1 ആണ്. ഓക്കെ, ഡിഗ്രി ഓർഡർ മനസ്സിലായോ? ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഓർഡറും ഡിഗ്രിയും ചോദിച്ചാൽ ഓർഡർ 2 ആണ്, ഡിഗ്രി 1 ആണ്. ഇനി നോക്കി, കോസ് ഓഫ് ഇതെന്നും പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ അവിടെ ഡിഗ്രി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഓൾസോ സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഇക്വേഷൻ. ഇപ്പം y ഡാഷ് മൈനസ് y ഈക്വൽ ടു 0, അതായത് dy by dx ഈസ് ഈക്വൽ ടു y. അപ്പോൾ e റേസ് ടു എക്സ് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് വെച്ചാൽ ഇവിടെ y e റേസ് ടു എക്സ് ആണ്. ഇനി e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത്? e റേസ് ടു എക്സ്. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ എന്തോ e റേസ് ടു എക്സ് ഈസിക്കൽ e റേസ് ടു എക്സ്. അപ്പോൾ അതൊരു സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ e റേസ് ടു എക്സ് പ്ലസ് 2 ഒരു സൊല്യൂഷനാണ്. കണ്ടോ? അപ്പോൾ e റേസ് ടു എക്സ് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് ഓർക്ക്. ഇപ്പം y ഈസിക്കൽ ടു ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ട് കിട്ടണം, അതിനെയാണ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, പവർ സീരീസ് ഇൻ എക്സ്. പവർ സീരീസ് ഇൻ എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി an x റൈസ് ടു n. അപ്പോൾ അത് സമ്മേഷൻ എഴുതുമ്പോൾ നമ്മൾ a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെ അങ്ങ് പോവാണ്. 0 ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് അതൊരു പോളിനോമിയൽ ആവത്തില്ല. കാരണം പോളിനോമിയൽ എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി പറയണം, എന്ന് വെച്ചാൽ ഹയസ്റ്റ് ടേം
ഡിഗ്രി ഉള്ള ഒരെണ്ണം പറയണം. പക്ഷേ ഇത് ഇൻഫിനിറ്റി വരെ പോകുമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പവർ സീരീസ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല. ഇനി ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് റീപ്ലേസ് ചെയ്താൽ വി ഗെറ്റ് എ പവർ സീരീസ് ഇൻ എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. സിഗ്മ n equals 0 to infinity an into x minus x naught the whole raised to n. അപ്പം വാല്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. അടുത്ത കൺവേർജൻറ്റ് സീരീസ് എന്ന് വെച്ചാൽ ഇഫ് വി ആർ ആഡിങ് ഓൾ ദ ടേംസ് ഇൻ ദ സീരീസ് വി ഗെറ്റ് എ ഫൈനൈറ്റ് നമ്പർ. ആ സീരീസിനകത്ത് എല്ലാ ടേംസും കൂടെ ആഡ് ചെയ്താലും നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടിയാൽ നമ്മൾ പറയും കൺവേർജൻറ്റ് സീരീസ്. ഫോർ എക്സാമ്പിൾ ഇത് 1 പ്ലസ് 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus 1 by 4 factorial plus etc. പ്ലസ് അങ്ങനെ അങ്ങ് കൂട്ടിപ്പോയാൽ നമുക്ക് ഇ എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. 2.718281 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു നമ്പർ. അതൊരു ഇറാഷണൽ നമ്പറാണ്. ഇത് എക്സ്പോണൻഷ്യൽ സീരീസ് ആണ്. ഇനി ഡൈവേർജൻ സീരീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഒരു ഇൻഫിനിറ്റ് സം കിട്ടുവാണെങ്കിൽ, അതായത് ആദ്യത്തെ ഈ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്താൽ. ഓക്കെ. ഓസിലേറ്ററി സീരീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇഫ് വി ആർ ആഡിങ് ഓൾ ദ ടേംസ് ഇൻ എ സീരീസ് വി ഗെറ്റ് എ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആൻസർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം ഒരു ബ്രാക്കറ്റ്, അടുത്ത രണ്ടെണ്ണം ഒരു ബ്രാക്കറ്റ്, അങ്ങനെ നോക്കുമ്പോൾ 0 + 0 അങ്ങനെ 0 എന്ന് കിട്ടും. ഓരോ ടേമായിട്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്നത്? 1 - 1 + 1 എന്ന് കിട്ടും. 3 ടേംസ് ആഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 4 ടേംസ് ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. അങ്ങനെ പലത് കിട്ടും. ഓക്കെ. അതായത് ഈ ക്വസ്റ്റ്യനകത്ത് ഈവൻ നമ്പറുകൾ കൂട്ടുമ്പോൾ 0യും ഓഡ് നമ്പർ കൂട്ടുമ്പോൾ 1 എന്നുമാണ് കിട്ടുന്നത്. എ പവർ സീരീസ് ഈസ് കൺവേർജൻറ്റ് മീൻസ് പവർ സീരീസ് കൺവേർജസ് ഫോർ എവറി എക്സ്. അതായത് x = 1 ആകുമ്പോഴും x = 2 ആകുമ്പോഴും എല്ലാം ഒരു ഫൈനൈറ്റ് ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഡൈവേർജൻ്റെ കേസും അതേപോലെ ഓർക്കാം. A power series is said to convergent at a point x if the limit m tends to infinity sigma n equals 0 to m an x raised to n exist. ഇനി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് അതിന് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയാമേ. അതെന്താന്ന് നോക്കി. ഫോർ എവരി പവർ സീരീസ് ദർ കറസ്പോണ്ട്സ് എ റിയൽ നമ്പർ r with a property that the series converges if mod x less than r and diverges if mod x greater than r is called the radius of convergence of the series. ഏതൊരു പവർ സീരീസ് വന്നാലും നമുക്കൊരു റിയൽ നമ്പർ r ഒരു പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിയാണ്? mod x ലെസ് ദാൻ r ആകുമ്പോൾ കൺവേർജ്, mod x ഗ്രേറ്റർ ദാൻ r ആകുമ്പോൾ ഡൈവേർജ്. ആ പ്രോപ്പർട്ടി വരുന്ന ഒരു r കണ്ടുപിടിക്കാം. അതിനെയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. Formula for finding radius of convergence r is equal to limit n tends to infinity mod an by an plus 1. റേഡിയസ് ഓഫ് കൺവേർജൻസ് എപ്പോഴും 0യ്ക്കും ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കായിരിക്കും. 0 ആകുമ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആകുമ്പോൾ എല്ലാ എക്സിനും ഡൈവേർജസ്, സീരീസ് ഡൈവേർജസ് എന്ന് പറയാം, x not equal to 0. ഇനി r ഇൻഫിനിറ്റി ആണെങ്കിൽ സീരീസ് എല്ലാ വാല്യൂസിലും കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1 + x + 2 factorial x² + 3 factorial x³ + etc. അപ്പോൾ ഇവിടുത്തെ an എന്ന് വെച്ചാൽ x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ്, അതെന്തുവാ? n factorial. an + 1 എന്തുവാ? n + 1 x raised to n + 1-ൻ്റെ കോഎഫിഷ്യൻ്റ്, അതെന്ത്? n + 1 factorial. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n + 1 factorial n + 1 × n factorial വെട്ടിക്കളയുന്നു, ഇങ്ങനെ കിട്ടുന്നു. വാല്യൂ കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താ? ഡൈവേർജസ് ആണ്. ഓക്കെ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് 1 + x + x² by 2 factorial plus etc. അപ്പം സൈഡിൽ വേണമെങ്കിൽ an എന്താ? an ഇവിടെ 1/n factorial, an + 1 എന്തുവാ? 1/n + 1 factorial. അത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഫിനിറ്റി എന്ന് കിട്ടി. അതുകൊണ്ട് കൺവേർജസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് x - x² by 2 + x³ by 3 - x raised to 4/4 plus etc. അപ്പോൾ ഇവിടെ an എന്ന് പറയുന്നത് -1 raised to n + 1 1/n-ഉം
an+1 എന്ന് വെച്ചാൽ -1 1/n+1. അത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടി എന്തോ കിട്ടുന്നറിയോ 1+0 1 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് 1 ആണ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്നേ ചോദിച്ചുള്ളൂ. പിന്നെ മുമ്പേ 0യും ഇൻഫിനിറ്റിയും കിട്ടിയത് കൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾ നോക്കിയാൽ മതി, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ കിട്ടിയെന്നറിയോ 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx -y = 0. അപ്പോൾ എങ്ങനെ അത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. dy/dx = y എല്ലാം കൂടെ ഒരു സൈഡിൽ, അപ്പം y ഇപ്പുറത്ത് കൊണ്ടുവന്നു, dx അപ്പുറത്ത് പോകുന്നു, ഇങ്ങനെ കിട്ടി. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log y = x + c. അപ്പോൾ രണ്ട് സൈഡിൽ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ y = e⁻x + c, അല്ലെങ്കിൽ y = e⁻x എന്ന് വിചാരിക്കുക. ലെറ്റ് dy/dx + p(x) y = q(x) be a ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതെന്തോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ലെറ്റ് y = n = 0 to ∞ an(x⁻n) be a പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, y ആണ് ഇത്. അപ്പോൾ ഇവിടെ എന്തോ dy/dx ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ dy/dx = a0ൻ്റെ ഡെറിവേറ്റീവ് 0, a1x-ൻ്റെ എന്തോ a1 പ്ലസ് അങ്ങനെ എഴുതുന്നു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx - y = 0. അപ്പോൾ തന്നേക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. പവർ സീരീസ് y = n = 0 to ∞ anx അത് എഴുതുന്നു. ഇനി dy/dx ഇല്ല, അപ്പോൾ y' ഇവിടെ കണ്ടുപിടിക്കുന്നു. ഇനി എന്ത് പറഞ്ഞേ, അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് വെച്ചാൽ അത് രണ്ടും ഈക്വൽ. അപ്പം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ (0) ആയതുകൊണ്ട് കോഎഫിഷ്യൻസ് എല്ലാം 0 ആണ്. അപ്പോൾ a1 - a0 0 ആണ്. അപ്പോൾ a1ഉം a0ഉം സെയിം ആണ്. ഇനി 2a2 എന്ന് പറയുന്നത് a1 ആണ്. അപ്പോൾ 2a2 എന്ന് പറയുന്നത് a1 ആണ്. അപ്പോൾ a2 എന്താ കിട്ടും, a2 എന്ന് വെച്ചാൽ a1/2, a1 എന്ന് വെച്ചാൽ a0, അപ്പോൾ a0/2. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി x² കോഎഫിഷ്യൻറ്റ് ഇതേപോലെ ചെയ്യുന്നു. എന്നിട്ട് അത് y-ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് a0 e⁻x എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അതേപോലെ തന്നെ y' = 2xy. അപ്പം y എഴുതുന്നു, y' കണ്ടുപിടിക്കുന്നു, ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്നാ കിട്ടി, ഇങ്ങനെ കിട്ടി. ഇതെന്തുവാ, e⁻x² ആണ്. ഓക്കെ, find the power series solution of 1 + xy' = py where p is a constant. Also find the particular solution satisfying y of 0 = 1. ഈ രീതിയിൽ ഇങ്ങനെ എഴുതുന്നു, y എഴുതുന്നു, y' ആണ്, y' എഴുതുന്നു, ഈ തന്നേക്കുന്ന ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇക്വേറ്റിംഗ് ലൈക്ക് ടേംസ് വെച്ച് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു. ഞാൻ ഓരോന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, എളുപ്പമായതുകൊണ്ട്. അപ്പം നമുക്ക് a0 ഒക്കെ കിട്ടും. ഇങ്ങനെ നമ്മൾ കിട്ടും. a0 എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് a0 കോമൺ എടുത്തു. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി എന്തോ y of 0 = 1 എന്ന് വെച്ചാൽ x-ന് 0യും y-ക്ക് 1 എന്ന് ഇട്ട് കൊടുക്കുക ഇതിനകത്ത്. അപ്പം നമുക്ക് a0 1 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഈക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ a0ൻ്റെ അവിടെ 1, ബാക്കിയെല്ലാം അതേപോലെ. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് കോൺസ്റ്റൻറ്റ് കാണില്ലെന്ന്. a0 ആയിരുന്നു കോൺസ്റ്റൻറ്റ്, അത് കാണുന്നില്ല. p പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനകത്തെ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റാണ്. ഓക്കെ, അടുത്ത dy/dx = 1/1 + x. അപ്പം y = ഇട്ട് കൊടുത്തു dy/dx, എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 + x ഇപ്പുറത്ത് കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുക. a1 a2 a3 a4 ഒക്കെ കിട്ടുന്നു.
നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതേപോലെയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. dy/dx = x - y. അതൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ ചോദിച്ചു. y of 0 = 1. ഈ രീതിയിൽ y dy/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a0 a1 a2 a3 കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എഴുതുന്നു പർട്ടിക്കുലർ സൊല്യൂഷൻ എക്സിന് 0 എന്നും വൈക്ക് 1 എന്നും ഇട്ട് കൊടുക്കുമ്പോൾ a0ൻ്റെ വാല്യൂ കിട്ടും. അത് എഴുതുന്നു. ഇനി പവർ സീരീസ് ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ജനറൽ ഫോം എന്ന് പറയുന്നത് y" പ്ലസ് p of x y' പ്ലസ് q of x y = r of x. r of x 0 ആകുമ്പോൾ നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ? y" പ്ലസ് p of x y' പ്ലസ് q of x y = 0. p of x ഉം q of x ഉം ഒന്നുകിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും. ഇനി അനലറ്റിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി അനലറ്റിക് അറ്റ് എ പോയിന്റ് x0 ഇഫ് ഇറ്റ് ഹാസ് എ പവർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ഇൻ സം നൈബർഹുഡ് ഓഫ് x0. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് x0 എന്ന് പറഞ്ഞ പോയിന്റിൽ അനലറ്റിക് ആണെന്ന് പറയാം. കാരണം x0ൻ്റെ ഒരു നൈബർഹുഡിൽ നമുക്ക് ആ ഫംഗ്ഷനെ പവർ സീരീസ് എക്സ്പാൻഷനായിട്ട് എഴുതാൻ സാധിക്കും. നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എഴുതിയില്ലേ p of x q of x. അപ്പോൾ p of x ഉം q of x ഉം ആർ സെഡ് ടു ബി അനലറ്റിക് ഇഫ് p of x ആൻഡ് q of x ആർ വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് സം നൈബർഹുഡ് ഓഫ് ദ പോയിന്റ്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് 1/x + 1. ഇവിടെ ഡിനോമിനേറ്റർ 0 ആകുക എന്ന് വെച്ചാൽ എന്തുവാ? x + 1 0 എന്ന് വെച്ചാൽ x എന്ന് വെച്ചാൽ -1. അപ്പോൾ x = -1 ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കും. x = -1 ആകുമ്പോൾ 1/0 നോട്ട് ഡിഫൈൻഡാണ് കിട്ടുന്നത്. ഇനി 1/x ആണെങ്കിൽ എന്തോ 0 ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അനലിറ്റിക്. ഇനി x² എല്ലായിടത്തും അനലിറ്റിക് ആണ്. x² + 1 എല്ലായിടത്തും അനലിറ്റിക് ആണ്. sin x എല്ലായിടത്തും അനലിറ്റിക് ആണ്. എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ 0 ആകുന്നോ നോക്കിയാൽ മതി. tan x അറിയാം, sin x / cos x. അപ്പോൾ ഡിനോമിനേറ്റർ ഏതാ? cos x 0 ആവുന്ന എപ്പോഴാണ്? π/2 3π/2 π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ. അപ്പോൾ അവിടെ ഒഴിച്ച് ബാക്കിയെല്ലാം അനലിറ്റിക്. ഓക്കെ, അതാ ഇവിടെ e⁻x എല്ലായിടത്തും അനലിറ്റിക് ആണ്. e⁻1/x 0യിൽ അനലിറ്റിക് അല്ല, ബാക്കി എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, പിന്നെ ഓർഡിനറി പോയിന്റ് ഒക്കെ ഉണ്ട്, സിംഗുലാർ പോയിന്റ്. കൺസിഡർ ദ സെക്കൻഡ് ഓർഡർ ജനറൽ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. The point x = x0 is called an ordinary point if p of x and q of x are analytic at x = x0. Otherwise it is a singular point. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇല്ലേ ഹോമോജീനിയസ്, അതിനകത്ത് p of x ഉം q of x ഉണ്ടല്ലോ, അത് രണ്ടും x0 എന്ന് പറഞ്ഞ പോയിന്റ് അനലറ്റിക് ആണെങ്കിൽ x0 ഓർഡിനറി പോയിന്റ്. അല്ല എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെ അനലിറ്റിക് നഷ്ടപ്പെട്ടാൽ നമ്മൾ പറയും സിംഗുലാർ പോയിന്റ് ആണ്. അതാ പറഞ്ഞത്. ഐദർ p of x or q of x or both are not analytic at x0 ആണെങ്കിൽ നമ്മൾ പറയും സിംഗുലാർ പോയിന്റ് ആണെന്ന് പറയും. ഇനി origin is said to be an ordinary point if p of x and q of x are analytic at 0. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പവർ സീരീസ് എന്ന് പറയുന്നത് എക്സിൻ്റെ ടൈമിലാവും. x0 വരുമ്പോൾ x - x0 ആ രീതി വരും. ഇനി ഇത് ഓർഡിനറി പോയിന്റ് അല്ല എങ്കിൽ ഇങ്ങനെ പവർ സീരീസ് ഇറ്റ് ഈസ് നോട്ട് ദ പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് y" + y = 0. അപ്പം നമ്മളിത് സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ എന്തുവാ? y" പ്ലസ് p of x y പ്ലസ് q of x = 0 എന്നല്ലേ. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താ? y" പ്ലസ് p of x y', p of x y', അപ്പോൾ p of x 0 ആണ്, പ്ലസ് q of x y, അപ്പോൾ q of x 1 ആണ്. p of x 0 ആണ്, q of x 1 ആണ്. അപ്പം നമുക്കറിയാം 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് അനലറ്റിക് ആണ്. ഇപ്പോൾ 0 ഓർഡിനറി പോയിന്റ് ആണ്. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇനി ഇവിടെ എന്തോ y" വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി y' കണ്ടുപിടിച്ചു. അപ്പോൾ എന്തോ an × x⁻n - 1 y" കണ്ടുപിടിച്ചു. ഇക്വേഷൻ 1 ഇതിനകത്ത് ഇട്ട് കൊടുത്തപ്പം ഇങ്ങനെ കിട്ടുന്നു.
അപ്പോൾ നോക്കി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. y എന്ന് വെച്ചാൽ 0 to infinity, y ഡാഷ് ആകുമ്പോൾ 1 തൊട്ട് ഇൻഫിനിറ്റി, y ഡബിൾ ഡാഷ് ആകുമ്പോൾ 2 തൊട്ട് ഇൻഫിനിറ്റി. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് ചെയ്യുന്നു. ഇനി എന്തോ എല്ലാം 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ആക്കാൻ വേണ്ടി എന്തോ ചെയ്തതെന്നറിയോ? ഇവിടെ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ആക്കണം. അതിനു വേണ്ടി n ഉള്ളിടത്തെല്ലാം എന്തോ ഇട്ട് കൊടുക്കുമെന്നറിയോ? n+2 ഇട്ട് കൊടുക്കും. n ഉള്ളിടത്തല്ല n+2 ഇട്ട് കൊടുക്കും. 2 ആയതുകൊണ്ട് 2. അപ്പോൾ 3 ആണെങ്കിൽ എന്തോ n ഉള്ളിടത്ത് n+3 എന്ന് കൊടുത്തു, എന്നിട്ട് അത് 0 ആക്കും. അപ്പോൾ n+2 × n+2 - 1, അതാണ് n+1. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം n+1 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ n+2 തന്നെയാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നു. x⁻n കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈക്വൽ ടു ഇത്, അതിൽ നിന്ന് an+2 = ഇങ്ങനെ കിട്ടി. പുട്ടിങ് n = 0, 1, 2, 3. അങ്ങനെ a0, a1, a2 ഒക്കെ കിട്ടി. അത് തിരിച്ച് നമ്മുടെ വൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് y = 0. അപ്പോൾ എന്താ p(x) x ആണ്, q(x) 1 ആണ്, രണ്ടും 0യിൽ അനലിറ്റിക് ആണ്, ഓർഡിനറി പോയിന്റ് ആണ്. അപ്പം പവർ സീരീസ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇനിയും y ഡാഷും y ഡബിൾ ഡാഷും എഴുതുന്നു. അപ്പം സമ്മേഷൻ 1 to infinity, 2 to infinity എഴുതുന്നു. നമ്മുടെ ഇക്വേഷൻ 1 ഇതാണ്. അതിനകത്ത് ഈ y ഡബിൾ ഡാഷ് y അതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നു. എന്നിട്ട് n-നെ 0, 1, 2, 3 കൊടുക്കുക. അപ്പം നമുക്ക് a0, a1, a2 ഒക്കെ കിട്ടുന്നു. അത് നമ്മുടെ വൈക്കകത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇങ്ങനെ തന്നു. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ത്? y ഡാഷ് പ്ലസ് p(x). ഇവിടെ y ഡബിൾ ഡാഷിന് ഒരു കോഎഫിഷ്യൻ്റ് വന്നതുകൊണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, ഇത് അനലിറ്റിക് ആണോ? ഡിനോമിനേറ്റർ എപ്പോഴും 0 ആകുമോ? ആവത്തില്ല. കാരണം ഇവിടെ 1 + x² എന്ന്, x² എപ്പോഴും പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, 1 + x² എന്ത് പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകത്തില്ല. അപ്പം p(x)ഉം q(x)ഉം അനലിറ്റിക് ആയിട്ട് 0 ആണ്. എന്നിട്ട് മുമ്പേ പറഞ്ഞ രീതിയിൽ y ഡാഷ് y ഡബിൾ ഡാഷ് ഇക്വേഷൻ 1-നകത്ത് ഇട്ട് കൊടുക്കുന്നു. കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. an+2 കിട്ടുന്നു. n = 0, 1, 2, 3 എഴുതുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്. y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ = 0. അതിനെ എയറീസ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഒന്ന് വെച്ചോണം. അതേപോലെ തന്നെ ഹെർമിറ്റ്സ് ഇക്വേഷൻ ഇതിനെയാണ് y ഡബിൾ ഡാഷ് - 2xy ഡാഷ് പ്ലസ് 2py = 0 വേർ p is a constant. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. റൈറ്റ് ദ പവർ സീരീസ് ഓഫ് എയറീസ് ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് പറഞ്ഞ രീതി ചെയ്യണം. അതേപോലെ തന്നെ പവർ സീരീസ് ഓഫ് ഹെർമിറ്റ്സ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത് എഴുതിയിട്ട് ഇതേപോലെ ചെയ്യണം. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇങ്ങനെ കണ്ടോ, അനലിറ്റിക്കറ്റ് 0 ആണ്, അതുകൊണ്ട് ഓർഡിനറി പോയിന്റ് ആണ്. y ഡാഷ് y ഡബിൾ ഡാഷ് ഇക്വേഷൻ 1-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. ഒരു ഇക്വേഷൻ കിട്ടുന്നു. n-ന് 0, 1, 2, 3 കൊടുക്കുമ്പോൾ നമുക്ക് a0, a1 കിട്ടുന്നു. അത് നമ്മുടെ വൈക്കകത്ത് ഇട്ട് കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനും കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം ലെവൽ പേപ്പറാണ്. ബാക്കിയൊക്കെ തീറമാണ്. റിയൽ അനാലിസിസ് ആണെങ്കിലും അബ്സ്ട്രാക്റ്റ് ആണെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷനിലാണ് പ്രോബ്ലം ഉള്ളത്. അപ്പം നിങ്ങളത് പ്രോബ്ലം ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇനി ബാക്കി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.